ഇപ്പോൾ ആരും കൊതിക്കുന്ന നല്ലൊരു മുട്ട വറവാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ല ഒരു ഐറ്റമാണ്. ചായയോടെ കഴിക്കാനായാലും ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു സവാള, ഒരു പകുതി ക്യാപ്സിക്കം, ഒരു വലിയ തക്കാളിയുടെ പകുതി. വലിയ തക്കാളിയായിരുന്നു. ഇടത്തരം തക്കാളിയാണെങ്കിൽ ഒന്നെടുത്താൽ മതി. നല്ലപോലെ പഴുത്ത തക്കാളി എടുക്കണം. ഇത് പഴുപ്പ് കുറവാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇതിനി നമുക്ക് തയ്യാറാക്കുന്നതിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങിയ സവാളയിലേക്ക് തക്കാളിയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് ഇളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കാം. ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഇളക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇളക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും നേരം ഹൈ ഫ്ലെയിമിലാണ് ഇരുന്നത്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സൈഡിലോട്ട് മാറ്റാം. ചട്ടിയിൽ നിന്ന് മാറ്റിയൊന്നും വേണ്ട. ഇതൊരു സൈഡിലോട്ട് ഇങ്ങോട്ട് മാറ്റാം. ഇനി ഞാൻ ഈ മുട്ട ഇവിടെ പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 മുട്ട എടുത്താലും ഇത് നല്ലതുപോലെ റെഡിയാക്കി എടുക്കാം. ഈ മുട്ട കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഇവിടെ കിടന്നൊന്ന് വേവണം. നമ്മൾ പൊരിക്കാനൊക്കെ ആക്കിയെടുക്കൂലേ, അതുപോലെ. അപ്പോൾ ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മറ്റേതിനകത്ത് മസാലയെല്ലാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് ഉപ്പ് നമ്മുടെ ഈ മുട്ടയിൽ ഇട്ട് കൊടുക്കും. ഇനി ഈ മുട്ട നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഉണ്ടാകും. പീസായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി ഇങ്ങനെ മുറിച്ച് എടുക്കണം. ഇപ്പോഴും നമ്മൾ മുട്ടയെല്ലാം കൂടെ ഉടച്ചെടുത്തിട്ടുണ്ട്. പീസാക്കി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തതെങ്കിൽ ഒരു സവാളയും അതിൻ്റെ സാധനങ്ങളും വെച്ച് 2 മുട്ട വെച്ച് നല്ലതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇപ്പം 3 മുട്ട ഉണ്ടെങ്കിലേ പറ്റുമെന്നൊന്നുമില്ല. ഒരു മുട്ട വെച്ച് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. അതുപോലെ ചെറിയ തക്കാളിയും ചെറിയ സവാളയൊക്കെ എടുത്താൽ മതി. അത്യാവശ്യം സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് തയ്യാറാക്കാം. അല്ലെങ്കിൽ കറി കുറവായാലും ഒക്കെ പെട്ടെന്നൊരെണ്ണം കുട്ടികൾക്ക് ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു മുട്ട എടുക്കുമ്പം ചെറിയ സവാളയും തക്കാളിയും ഒക്കെ എടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചില്ലി സോസാണ് ഒഴിക്കുന്നത്. അത് കറുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലി സോസ് തയ്യാറാക്കുമ്പോഴത്തേക്ക് സോയാ സോസ് ചേർക്കും. അപ്പോൾ കറുത്ത സോയാ സോസാണ് ചേർക്കുന്നതെങ്കിൽ ചില്ലി സോസ് ചെറിയ കറുപ്പായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ 3 മുട്ട എടുത്തത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്.